السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, നല്ല നല്ല പേരുകളുണ്ട്. നമുക്കറിയാം 99 നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വേറെയും നാമങ്ങൾ അല്ലാഹുവിന് ഉണ്ടെങ്കിലും ഈ 99 നാമങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ നാമങ്ങൾ അതെല്ലാം നല്ലതാണ്. അല്ലാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ വിശദീകരിക്കുന്ന പേരുകളാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവനും എല്ലാ നിലക്കുമുള്ള അനുഗ്രഹ സമ്പൂർണനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉത്തമമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ബിഹ, ആ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആ പേരുകളെ വസീലയാക്കിക്കൊണ്ട്. പല ആളുകളും ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും വലിയ വസീലകളിൽ ഒന്നാണ് അല്ലാഹുവിൻ്റെ അസ്മാഉകൾ ഉപയോഗിച്ചുകൊണ്ട്, സിഫാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഇസ്മാണ് ഗഫൂറുൻ. അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അപ്പോൾ പാപമോചനം തേടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. അവിടെ നമ്മൾ പറയുകയാണ്, അല്ലാഹുവേ നീ ഗഫൂറാണ്, നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. ഇങ്ങനെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യം പറയുമ്പോൾ അതിനനുസരിച്ച് അല്ലാഹുവിൻ്റെ ഒരു പേരുണ്ടാകും. ആ പേര് അതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഗഫൂറായ അല്ലാഹുവേ. ഇനി നമുക്ക് റഹ്മത്താണ് ലഭിക്കേണ്ടതെങ്കിൽ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത്? അന്നീ മസ്സനി അദ്ദുറു, എനിക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. വ അൻത അർഹമുർ റാഹിമീൻ, നീ അങ്ങേയറ്റം റഹ്മാനാണ്, കാരുണ്യം കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പ്രാർത്ഥിച്ചത്. അതേപോലെ തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ആവശ്യമായി വന്ന സന്ദർഭത്തിൽ, മഗ്ഫിറത്ത് പാപമോചനം ആവശ്യമായി വന്ന സന്ദർഭത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ നഫ്സിനോട് ദുൽമ കാണിച്ചു, നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് ലഭിക്കണം, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ലഭിക്കണം. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ സിഫാത്തുകളെ മുൻനിർത്തിയിട്ടാണ് ദുആ ചെയ്തിട്ടുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ നമുക്ക് ശത്രുക്കൾക്കെതിരിൽ ഒരു സഹായം ചോദിച്ചുകൊണ്ടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ, അല്ലാഹുവേ നീ അസീസാണ്, പ്രതാപമുള്ളവനാണ്, നീ ഉദ്ദേശിക്കുന്നവരെ നീ തോൽപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ അസീസ് എന്നുള്ള ആ പേരിനെ മുൻനിർത്തി നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹുവിനെ അറിയിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലാഹുവേ നീ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, സമീആണ്, നീ എല്ലാം കാണുന്നവനാണ്, നീ ബസീറാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ. അതേപോലെ തന്നെ യാ അൽ അഹദ് അസ്സമദ്, ഏകനായവനെ, അദ്വിതീയനായവനെ, എല്ലാവർക്കും ആശ്രയമായവനെ, പരാശ്രയമുക്തനായവനെ. ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഇസ്മുകളുണ്ട്. ഈ ഇസ്മുകൾ നമുക്ക് ഇഷ്ടമുള്ള ഇസ്മുകൾ ഉപയോഗിക്കാം. പക്ഷേ പറയുന്ന വിഷയത്തോട് യോജിക്കുന്ന ഇസ്മുകളാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. ആ ഇസ്മുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദുആക്ക് കൂടുതൽ ഉത്തരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ അസ്മാഉകളും അതിൻ്റെ അർത്ഥവുമൊക്കെ പഠിച്ചു വെച്ച് ദുആകളിൽ സന്ദർഭം അനുസരിച്ച് ആ ഇസ്മുകൾ ഉപയോഗപ്പെടുത്തിയാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹാ, ആ പേരുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നാമും ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.